guys, welcome back to our YouTube channel Haripriya Karthik. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. കുറച്ച് നാളെ നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, കാരണം നമ്മൾ ഇടുന്നത് കുറവാണ്. കൂടുതലും എനിക്ക് ഇഷ്ടം ചെയ്യാനായിട്ട് ലൈഫ് സ്റ്റൈൽ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് ട്രാവൽ വ്ളോഗൊക്കെയാണ് എനിക്ക് ഇടാനിഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ കൂടുതലും ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഐറ്റംസാണ് പാക്കിങ് ചെയ്യേണ്ടത് നമുക്ക് ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കുറേ പേർക്ക് യൂസ്ഫുള്ളായി എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതിൽ കുറേ പേർക്ക് യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുള്ള കമൻസും, അതുപോലെ തന്നെ അവർക്ക് വേറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കമൻസിൽ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് ആൻസേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു, എനിക്കറിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് യൂസ്ഫുൾ ആയെന്ന് എനിക്കത് മനസ്സിലായി. അതുപോലെ തന്നെ ഇതും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് ആയിട്ട് ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പലർക്കും ഇവിടേക്ക് വരുന്നേക്കാളും മുന്നേ ഉള്ള ഡൗട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാനും സ്റ്റുഡൻ്റ് ആയിട്ടാണ് ജർമ്മനിയിലേക്ക് വരുന്നത്. 2022 മാർച്ച് 18-നാണ് ഞാനിവിടെ ജർമ്മനിയിൽ എത്തുന്നത്. അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സ്പൗസായിട്ടൊക്കെ വരാമെന്ന്. പിന്നെ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് ഡിലേ ഒക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് മാസ്റ്റേഴ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് ജർമ്മനിയിലോട്ട് വരുന്നത്. ജർമ്മനിയിലോട്ട് വരുന്ന ഫ്ലൈറ്റ് എടുക്കുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അതായത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും. ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ, എയർപോർട്ട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായൊരു ഇതാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒറ്റയ്ക്കാണ്, കാർത്തി ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ ആളുണ്ട്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ദുബായിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ഫ്ലൈറ്റ് എടുത്ത് ഫ്രാങ്ക്ഫർട്ട്, അങ്ങനെയായിരുന്നു. അപ്പോൾ 2 ഫ്ലൈറ്റ് കയറണം. അപ്പോൾ ഒറ്റയ്ക്കാണ്, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പം ഞാൻ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് കയറി. അതിനുശേഷം ഞാൻ പിന്നെ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചെക്ക് ഇൻ, നമ്മൾ ലഗേജ് കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫ്ലൈറ്റിലുള്ളവർ തന്നെയായിരിക്കും അതിന് മുമ്പും നമ്മൾ പുറകിലൊക്കെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലൊരു ചേച്ചിയോട് ഞാനിങ്ങനെ സംസാരിച്ച് കമ്പനിയായി. പിന്നെ ആ ചേച്ചി ഉണ്ടായിരുന്നു ദുബായ് വരെ. പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ലഗേജ് ചെക്കിങ്, അതുപോലെ തന്നെ നമ്മുടെ ബാഗേജ് ചെക്കിങ്ങും ഒക്കെ ഉണ്ടാവുമല്ലോ, സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടാവുമല്ലോ, പേരും പറഞ്ഞു, സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ആ ചേച്ചി ഞാനും കൂടി ഒരുമിച്ച് പോയതുകൊണ്ട് ആ ഒരു പ്രൊസീജിയേഴ്സൊക്കെ എൻ്റെ നൈസായിട്ട് പോയി. ഒരു ടെൻഷനും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ നിങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ, ഇൻ്റർനാഷണലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു കമ്പനി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് കമ്പനി ആവാം. അപ്പോൾ നമുക്കൊരു കൂട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരില്ല. ചിലർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. അപ്പം എന്നെ പോലെയുള്ള ആളാണെങ്കിൽ എന്തായാലും പേടി ഉണ്ടാവും, ഫസ്റ്റ് ടൈമൊക്കെ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഗേറ്റിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആ ചേച്ചിക്ക് വേറെ സീറ്റും എനിക്ക് വേറെ സീറ്റുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ദുബായിൽ എത്തിയപ്പോൾ ആ ചേച്ചി UK പോകണ ഒരു ഇതായിരുന്നു, നഴ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചി UK ഞാൻ ജർമ്മനിയിലോട്ടാണ്. ദുബായ് എത്തിക്കഴിഞ്ഞിട്ട് ആ ചേച്ചി കാണാനില്ല. പിന്നെ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായിട്ടോ. അപ്പോൾ വീണ്ടും എനിക്കിങ്ങനെ ടെൻഷനായി. കാരണം ഇനിയുള്ള പ്രൊസീജിയേഴ്സ് ദുബായ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ദുബായ് പോകുന്നത്. അതും വേറെ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കുറവാണല്ലോ. വേറെ ഒരു വലിയൊരു എയർപോർട്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ദുബായ് ഭയങ്കര വലിയ എയർപോർട്ടാണ്. അപ്പോൾ അങ്ങനെ ദുബായിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്ത് ചെയ്യും. അപ്പോഴാണ് ഐഡിയ, അവിടെ കുറേ സെക്യൂരിറ്റീസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, എൻ്റെ ഒരു ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് ഈ ഒരു ഗേറ്റ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് ഒരു പേടിക്കേണ്ട കാര്യമില്ല. അവർ കറക്റ്റായിട്ട് നേരെ പോയി റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പം അങ്ങനെ പോയി. അവിടെയും സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. കൂളായിട്ട് പോയിട്ടോ. അപ്പം ഞാൻ ടെൻഷൻ അടിച്ച അത്രയും ഇല്ല ശരിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനുള്ളതൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ സെക്യൂരിറ്റീസ് ചേട്ടന്മാരുടെ
ഹെൽപ്പും കൊണ്ടൊക്കെ ഞാൻ വീണ്ടും ദുബായ് ഗേറ്റിൽ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് നോർമൽ വന്നു, ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെക്കിംഗ് ഒന്നുമില്ലല്ലോ. പിന്നെ ബാഗേജ് എടുക്കുക. അപ്പോൾ അങ്ങനെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കാർത്തി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബാഗേജിന് അങ്ങനെ ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ആ ഒരു വഴി പോയാൽ മതി. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് കാർത്തി ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൂട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ, പിന്നെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ നൈസായിട്ട് ഒറ്റയ്ക്കാന്നുള്ള ഫീലിങ്ങിൽ ആ ഒരു അത്രയും ടെൻഷൻ അടിച്ച സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നൈസായിട്ട് പോയിട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്ത കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലീസോ ഒക്കെ നമ്മുടെ ഇവിടെ ജർമ്മനിൽ ഉണ്ടെങ്കിൽ, അപ്പോൾ അവരോട് പറഞ്ഞ് ഒരു റൂം, ഷെയറിങ് റൂമോ അല്ലെങ്കിൽ പ്രൈവറ്റ് റൂമോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. കാരണം ഇവിടെ കുറേ സ്കാം നടക്കുന്നുണ്ട് ഈ റൂമിനെ പറ്റി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് മിക്കവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഓരോ വീട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അന്വേഷിക്കുമ്പോൾ ചിലവരൊക്കെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ഞങ്ങൾ പറയും എങ്ങനെയാണ് ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയും ഇവർ വേറൊരു രാജ്യത്താണ്, അപ്പോൾ ഇവർ കീ അയച്ചു തരാം, അതിന് മുന്നേ ഡെപ്പോസിറ്റ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തന്നിട്ട് ഇതിലേക്ക് അയക്കണം, അപ്പോൾ കീ ഞങ്ങൾ പോസ്റ്റ് വഴി അയച്ചു തരാം എന്നൊക്കെ പറയും. അപ്പോൾ അത് കേട്ടാൽ മനസ്സിലാക്കണം അത് സ്കാമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്കാം നടക്കുന്നുണ്ട്. എന്തായാലും ഡയറക്റ്റ് കോൺട്രാക്ട് എഴുതി കീ ഡയറക്റ്റ് വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റൂം സെറ്റ് ചെയ്യുക. സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അൺവെൽഡും അല്ലെങ്കിൽ സിറ്റി രജിസ്ട്രേഷൻ ഉള്ള വീടോ ഷെയറിങ് അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഷെയറിങ് റൂമോ ഒക്കെ വേണം. അപ്പോൾ നിങ്ങൾ റൂം ഒന്ന് സെറ്റ് ചെയ്യുക താമസിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സിറ്റി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി, അതായത് അൺവെൽഡും എന്നാണ് അതിന് പറയുന്നത്, അതെടുക്കാൻ വേണ്ടി റാത്ത് ഹൗസിൽ പോവുക. ചില റാത്ത് ഹൗസിലൊക്കെ നമ്മൾ അപ്പോയിൻമെൻറ്റ് നേരത്തെ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ചിലയിടത്ത് ഡയറക്റ്റ് പോകുമ്പോൾ നമുക്ക് അൺവെൽഡും എടുക്കേണ്ട കാര്യമില്ല, മീൻസ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അവരൊരു നമ്പർ തരും, നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ പേരോ അല്ലെങ്കിൽ ആ നമ്പർ വിളിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് പേപ്പറും നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. ഈ ഒരു പേപ്പർ അൺവെൽഡിങ്, അതായത് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഓണർ നമുക്കൊരു പേപ്പർ തരും. ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പേര് എഴുതിയൊരു പേപ്പറാണ് അത്. നമ്മൾ ഇവിടുത്തെ ഓണർ ഉണ്ടല്ലോ, മെയിൻ ഓണർ നമുക്ക് തരും. ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത്. സിറ്റി രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ വർക്ക് ചെയ്താലും ഒക്കെ നമുക്ക് ക്യാഷ് ബാങ്കിലായിരിക്കുമല്ലോ വരുന്നുണ്ടാവുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ സ്പാർക്കസ്, ഡോഷ്യ ബാങ്ക്, അങ്ങനെ ബാങ്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്ത് നിങ്ങൾ അവിടെ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു സിറ്റി രജിസ്ട്രേഷൻ്റെ ആ ഒരു പേപ്പർ, അൺവെൽഡിങ്ങിൻ്റെ ആ ഒരു പേപ്പർ ആവശ്യമാണ്. അപ്പോൾ എവിടെയാണ് താമസിക്കണത് എന്നൊക്കെ എന്തായാലും ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിം കാർഡ് എടുക്കാം. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് എടുത്താലാണ് സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മൾക്ക് ചിലപ്പോൾ കോൺട്രാക്റ്റ് ആയിരിക്കും, മാസം നമുക്ക് സിം കാർഡിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയും അതുപോലെ തന്നെ ഓൺഗോയിങ് കോളിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ക്യാഷൊക്കെ നമ്മൾ ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പോലെ ഇങ്ങനെ ഒരു വർഷത്തേക്ക് നമ്മുടെ ഓരോ മാസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, നമ്മളായിട്ട് കൊടുക്കണ്ട, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബാങ്ക് ഓട്ടോമാറ്റിക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് വേണം. അപ്പോൾ ഈ പറഞ്ഞ സിം കാർഡൊക്കെ ഉണ്ടല്ലോ, O2 എന്ന് പറഞ്ഞിട്ടുള്ള സിം കാർഡ് ഉണ്ട്, വാഡാഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള സിം കാർഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിം കാർഡൊക്കെ എടുക്കുക. ബാങ്ക് അക്കൗണ്ടും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് സിം കാർഡ് എടുക്കുക. സിം കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇൻഷുറൻസ്, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് സെറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ തന്നെ വേണ്ടത് ടാക്സ് നമ്പർ. ഹെൽത്ത് ഇൻഷുറൻസ്, പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു ഇതിൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് TK ആണ്. TK ഇൻഷുറൻസ് ആണ്, ടെക്നിക്കൽ ക്രാങ്കൻ കസേ. അപ്പോൾ TK ഇൻഷുറൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാർമർ വരുന്നുണ്ട്, പിന്നെ AOK എന്ന് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പബ്ലിക്കാണ്. പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ടാക്സ് നമ്പർ. അപ്പോൾ ഈ ടാക്സ് നമ്പർ അത്യാവശ്യമാണ്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. എനിക്ക് നേരത്തെ ഞാനൊരു ഇൻഷുറൻസ് എടുത്തപ്പോൾ എനിക്ക് അവർ തന്നെയാണ് എൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ തന്നത്. അതായത് ഞാൻ ബാർമർ ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അവർ തന്നെ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്പറും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും എനിക്ക് അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ്
സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ജർമ്മനിയിൽ വരുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ ബൈ.